ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയൊരു ബെഡ്റൂമിൻ്റെ ടച്ച് ചെയ്ത് വരുന്ന ചെറിയൊരു ബാത്റൂം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബാത്റൂമിലേക്ക് നമുക്ക് എങ്ങനെയാണ് വയറിങ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് ബാത്റൂമിലേക്ക് എൻട്രൻസ് റൂമിനെ ടച്ച് ചെയ്ത് വരുന്ന ബാത്റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു 1 മോഡ്യൂളിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ 2 മോഡ്യൂളിൻ്റെ വേണമെങ്കിൽ ബോക്സ് വയ്ക്കുക. ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് 3 മോഡ്യൂളിൻ്റെ ബോക്സാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഈ ഏരിയയിൽ ചെറിയൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ റൂമിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ 3 വെച്ചിരിക്കുന്നത്. 1 മോഡ്യൂൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1 മോഡ്യൂളാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് മാത്രം ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതായത് പുറത്തുനിന്ന് ബാത്റൂമിൻ്റെ പുറത്തുനിന്ന് ഒരു മോഡ്യൂളിൽ വെച്ചിട്ട് ആ ബാത്റൂമിൻ്റെ ലൈറ്റ് മാത്രം നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യാം. ബാക്കി വരുന്ന എല്ലാ പ്ലഗുകളും മിറർ ലാമ്പ്, എക്സോസ്റ്റ്, ഹീറ്റർ ഇതെല്ലാം നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബാത്റൂമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങി നമ്മൾ എക്സോസ്റ്റ് അതുപോലെ തന്നെ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന സർക്യൂട്ട് ഡയറക്റ്റായിട്ട് നേരെ വരുന്നത് 6 മോഡ്യൂൾ ബോക്സിലേക്ക് വരുന്നു. പിന്നെ മിറർ ലാമ്പ് കണ്ടോ, നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. എക്സോസ്റ്റ് അത് കഴിഞ്ഞ് ഹീറ്ററിനുള്ള ഓപ്ഷൻ ചെയ്തിരിക്കുന്നു. ഒറ്റ പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ പൈപ്പ് തന്നെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന 6 മോഡ്യൂളിലേക്കാണ് മെറ്റൽ ബോക്സിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വരുന്ന വഴി തന്നെ ഇത് 6 മോഡ്യൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് എക്സോസ്റ്റ് വരുന്നുണ്ട്, ഹീറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ അകത്ത് സ്വിച്ച് പ്ലഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിമ്മർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിരിക്കും. അപ്പോൾ പ്ലഗ് എന്തായാലും നമ്മൾ ബാത്റൂമിൽ അത്യാവശ്യമായിരിക്കും. ബാത്റൂമിൻ്റെ നനയാത്ത ഏരിയയിലേക്ക് മാറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈറ്റ് കൊടുത്തിരിക്കുന്ന ഏരിയയിൽ ഒരു 4x4 വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പൈപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഇതിലേക്കുള്ള സർക്യൂട്ടും കാര്യങ്ങളും മാക്സിമം കുറച്ചതിന് ശേഷം കൊണ്ടുവന്നിരിക്കുന്നു. ആ ഒരു പൈപ്പ് നേരെ വന്നതിന് ശേഷം ഹീറ്ററിൻ്റെ 2 മോഡ്യൂളിൻ്റെ ബോക്സിലേക്കാണ് കയറ്റുന്നത്. 16 ആംസിൻ്റെ പ്ലഗാണ് അവിടെ വരുന്നത്. അതിൽ നിന്ന് തന്നെ ഒന്ന് വെട്ടി നമ്മൾ നേരെ എക്സോസ്റ്റിന് കൊടുത്തു. അതിൽ നിന്നൊരു പൈപ്പ് നേരെ വെട്ടി നമ്മുടെ 6 മോഡ്യൂളിൻ്റെ ബോക്സിലേക്കാണ്, മെറ്റൽ ബോക്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സാണ്. തുരുമ്പെടുക്കാത്ത രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരടി മാറ്റി, അതായത് 20 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ വെച്ചാൽ പൊടി അതിൻ്റെ സെൻറ്ററിൽ കിട്ടാവുന്ന രീതിയിൽ ഒരു 10 ഇഞ്ചിൽ 11 ഇഞ്ച് തേപ്പാനം കൂട്ടിയിട്ട് ഒരു 15 ഇഞ്ച് ഭിത്തിയിൽ നിന്ന് 11 ഇഞ്ച് മാറ്റി നമ്മൾ ഏകദേശം ഒരു 200 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 195 സെൻറ്റിമീറ്റർ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ഹൈറ്റായിട്ട് നമ്മൾ ഓൾറെഡി ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മിറർ ലാമ്പിൻ്റെ പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിറർ ലാമ്പ്, എക്സോസ്റ്റിൻ്റെ പോയിൻ്റ്, പിന്നെ ഹീറ്ററിൻ്റെ 16 ആംസിൻ്റെ 1 വേ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് പ്ലഗ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ വേണമെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലഗ് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ബാത്റൂമിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വയറിങ് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.